ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എക്സി എക്സ്പ്ലെയിൻ. സോ നമ്മളിന്ന് എനിക്ക് പേഴ്സണലി കുറച്ച് നാളായിട്ട് ചെയ്യണമെന്ന് തോന്നിയ ടോപ്പിക്കാണ്. അപ്പോൾ അത് തന്നെ ചെയ്യാമെന്ന് വെച്ചു. അത് ഹണ്ട് ഫോർ മിഡ്ഫീൽഡേഴ്സാണ്. അതായത് കുറേ ക്ലബ്ബുകൾക്ക് ഇപ്പോൾ മിഡ്ഫീൽഡേഴ്സിന് ആവശ്യമാണ്. കാര്യം അതില്ലാത്തത് കൊണ്ട് അവരുടെ റിസൾട്ട്സിനെ അത് ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നാളായിട്ടുണ്ട്, പക്ഷേ അത് വളരെ രീതിക്ക് എഫക്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരു സീസണാണിത്. അപ്പോൾ അത് സമ്മറിൽ ഇതുവരെ ക്ലിയർ ചെയ്തിട്ടില്ല ക്ലബ്ബുകൾ. അപ്പോൾ ഇനിയും ക്ലിയർ ചെയ്യാനുണ്ട്. റൂമേഴ്സ് ഉണ്ട്, ലിങ്ക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവർക്ക് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്തിനാണ് ഈ ക്ലബ്ബുകൾക്ക് മിഡ്ഫീൽഡേഴ്സ്. അതായത് ആദ്യം നമുക്ക് ഏത് ക്ലബ്ബാന്ന് നോക്കാം. ആ ക്ലബ്ബ് ആദ്യത്തേത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എന്തുകൊണ്ടൊരു മിഡ്ഫീൽഡർ വേണം? അത് അവർ കളിക്കുന്ന സിസ്റ്റം കൊണ്ട് തന്നെയാണ്. അതായത് റുബൻ അമോറിൻ്റെ സിസ്റ്റത്തിൽ ഒരു ഡിസ്ട്രോയർ എന്തായാലും ഉണ്ടാവും. അത് യൂഷ്വലി അവർ ഉഗാർത്തേനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഉഗാർത്തേനെയാണ് അമോറിൻ സ്പോർട്ടിങ്ങിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിയുടെ കൂടെ അത് സപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് മത്തിയാസ് നുനസ് ആ സമയത്ത് ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞാണ് മാർട്ടിൻ ഹുൽമുണ്ട് വന്നത്. അതേപോലെ ഇവിടെ കസമീറോ കളിക്കുമ്പോൾ കസമീറോയുടെ കൂടെ കളിക്കുന്ന ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി അതൊരു 2 മാൻ മിഡ്ഫീൽഡ് ആകുമ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് ഒരിക്കലും ഒരു പിവറ്റ് പ്ലെയർ അല്ല. ബ്രൂണോ ഫെർണാണ്ടസ് എപ്പോഴും ഒരു അറ്റാക്കിംഗ് മൈൻഡഡ് പ്ലെയറാണ്. അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിനെ അവിടെ ഇടുമ്പോൾ മിഡ്ഫീൽഡ് പൊട്ടും. അതൊരു ബേസിക് ലോജിക്കാണ്. അപ്പോൾ അത് ഇതുവരെ സോൾവ് ചെയ്തിട്ടില്ല. അമറിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഡബിൾ പിവറ്റിൽ കളിക്കുന്ന ഒരു പ്ലെയർ ഡിസ്ട്രോയറിൻ്റെ കൂടെ. അത് ഇപ്പം ഇല്ല റൂബൻ അമറിന്. അതിൻ്റേതായ പ്രശ്നങ്ങൾ അവർക്കുണ്ട് ചില മാച്ചസിൽ. അത് പ്രത്യേകിച്ച് കാണാനുണ്ട്. അപ്പോൾ അവരുടെ ആയിട്ടുള്ള ലിങ്ക്ഡ് ആയിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്നത് എലിയറ്റ് ആൻഡർസൺ ആണ്. എലിയറ്റ് ആൻഡർസണുണ്ട്, ആഡം വോർട്ടൻ്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു, കാർലോസ് ബലീബ ഉണ്ട്. കാർലോസ് ബലീബ അത് ഒരു ഡെസ്റ്റിൻഡ് സൈനിങ് പോലെ ആയിരുന്നു സമ്മറിൽ, പക്ഷേ അത് അവർ ചെയ്തില്ല. 2 ടൈപ്പ് റൂമേഴ്സാണുള്ളത്. അതായത് എന്തിന് ഒരാളെ കൊണ്ടുവരണോ അത് 2 പേരെ കൊണ്ടുവരണം. നമുക്ക് പ്ലെയേഴ്സിനെ പറ്റി പറയുമ്പോൾ സംസാരിക്കാം. അത് കഴിഞ്ഞ് റൂമറുള്ള ക്ലബ്ബ് റയൽ മാഡ്രിഡാണ്. റയൽ മാഡ്രിഡിന് ഒരു മിഡ്ഫീൽഡർ വളരെ അത്യാവശ്യമാണ്. അതായത് ഇപ്പോൾ അവരുടെ കയ്യിലുള്ള പ്ലെയർ ഇപ്പോൾ ചാബി അലോൺസോ സെയിം ഏകദേശം റുബൻ അമറിൻ്റെ പോലത്തെ തന്നെ സിറ്റുവേഷനാണ് ഇപ്പോൾ ചാബി അലോൺസോന് അവിടെ. അതായത് ഒരു ലൈറ്റ് ഹൗസ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഉണ്ട്. ആ ഒരു പ്ലെയറിനെ കൊണ്ട് ഓൺ ദ ബോൾ ഡ്യൂട്ടി എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അൺനാച്ചുറൽ ആയിട്ടുള്ള പൊസിഷനിലോട്ട് പോവാണ് ആ പ്ലെയർ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പ്ലെയറെ സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ബോൾ പ്രോഗ്രസർ ആ ടീമിലില്ല. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ആ ടീമിന് ബിൽഡപ്പിലും ഉണ്ടാവും, ട്രാൻസിഷനിലും ഉണ്ടാവും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ടിപ്പിക്കലി പറഞ്ഞ ക്രൂസിനെ അവർ റിപ്ലേസ് ചെയ്തിട്ടില്ല. അതാണ് സത്യം. അപ്പോൾ ഇതിനെ സപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലെയർ ഇപ്പോൾ ലെവർക്യൂസണിൽ പുള്ളി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എസേക്കിയൽ പലാസിയോസിനോ അല്ലെങ്കിൽ എലിയക്സ് ഗാർസിയനോ അല്ലെങ്കിൽ ഗ്രാനറ്റ് ഷാക്കിയനെയാണ് ആൻഡ്രിച്ചിൻ്റെ കൂടെ. ആൻഡ്രിച്ച് ഒരു ഡിസ്ട്രോയറാണ്, ഒരു കസമീറോ ടൈപ്പ് പ്ലെയറാണ്. പക്ഷേ ഇവിടെയുള്ള ചുവമിനിയാണ്. ചുവമിനി എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഒരു പോട്ടൻ്റ് ആയ ഒരു ബിൽഡപ്പ് ഓപ്ഷനാണ്. പക്ഷേ ബോൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. മിഡ്ഫീൽഡ് പൊട്ടിപ്പോവും ചുവമിനിയുടെ കൂടെ വേറെ ആരിട്ടാലും. ചുവമിനിയുടെ കൂടെ ഇപ്പോൾ ഒരു ക്രൂസ് തന്നെ എന്ന് പറഞ്ഞാൽ ക്രൂസിന് നമുക്ക് മാർക്കില്ല. അതുപോലത്തെ ഒരു പ്ലെയർ ലോകത്തിന് ഇല്ല. അപ്പോൾ ഒരു അങ്ങനെ സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലെയർ ഇപ്പോൾ ഡിഫെൻസീവ് ആട്രിബ്യൂട്ട്സ് വേണമെന്നേ ഇല്ല. കാര്യം ചുവമിനി അത് ഫുള്ള് ചെയ്യും. അതുകൊണ്ടാണ് ലൈറ്റ് ഹൗസ് എന്ന് വിളിക്കുന്നത്. ലൈറ്റ് ഹൗസ് എന്ന് വെച്ചാൽ അപ്പോണൻ്റെ അറ്റാക്സ് ദൂരെ നിന്ന് തന്നെ ഫോർസ് ചെയ്ത് അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് ബോൾ റിക്കവർ ചെയ്ത് വീണ്ടും പ്ലെയർ റീസൈക്കിൾ ചെയ്യുക. അതാണ് ഒരു ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫബീനിയോ പോലെ ലിവർപൂളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിൻ്റെ കൂടെ സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ മതി. അങ്ങനത്തെ ഒരു സ്കിൽ സെറ്റുള്ള പ്ലെയർ അൺഫോർച്ചുനേറ്റ്ലി റയൽ മാഡ്രിഡിൽ ഇല്ല. അതൊരു ഫാക്റ്റാണ്. ഫെഡെ വാൽവേർദെക്ക് പറ്റില്ല, ജൂഡ് ബെല്ലിംഗമിന് പറ്റില്ല, അർഡാ ഗുളറിന് പറ്റില്ല. അപ്പോൾ ഇവർക്ക് ആർക്കും പറ്റില്ല, കമവിംഗക്കും പറ്റില്ല. അപ്പോൾ അവർക്ക് ഇതിന് പറ്റിയൊരു സ്കിൽ സെറ്റുള്ള പ്ലെയർ വേണം. അത് ഒന്നുണ്ടായിരുന്ന മാർട്ടിൻ സുബിമെൻറ്റിയാണ് ഫോർച്ചുനേറ്റ്ലി ആഴ്സണലിലോട്ട് പോയി. അപ്പോൾ അതിന് ഉള്ളത് ആഞ്ചലോ സ്റ്റില്ലറാണ്. ആഞ്ചലോ സ്റ്റില്ലറായിട്ട് റൂമേഴ്സ് ഓൾറെഡി ഉള്ള പ്ലെയറാണ്. ആഞ്ചലോ സ്റ്റില്ലറിനെ ലെവർക്യൂസണിലോട്ട് കൊണ്ടുവരാൻ നോക്കിയൊരു മാനേജറാണ് ചാബി അലോൺസോ. അപ്പോൾ ആഞ്ചലോ സ്റ്റില്ലർ ഉണ്ട്, പക്ഷേ അത് റൂമേഴ്സ് ഇപ്പോൾ സ്ട്രോങ് അല്ല. അത് കഴിഞ്ഞുള്ളത് ചെമാൻഡ്രേസ് ആണ്. ചെമാൻഡ്രേസ് വെറുതെ തന്നെ കാസ്റ്റിലിലെ പ്ലെയറാണ്. എനിക്ക് തോന്നുന്നത് ഈ സമ്മറിൽ സ്റ്റില്ലറിൻ്റെ സ്റ്റോക്സ് ഡൗൺ ആയി വീണ്ടും ആ സ്റ്റില്ലറിൻ്റെ പേര് മാർക്കറ്റിൽ കേൾക്കാൻ കാരണം ചെമാൻഡ്രേസ് ആണ്. കാര്യം ചെമാൻഡ്രേസ് ഒരു ഇൻക്രെഡിബിൾ ഫുട്ബോളറാണ്. അത് ഓൾറെഡി 20 വയസ്സുള്ളൂ, 190 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലെയർ ചുവമിനിയുടെ വന്നു കഴിഞ്ഞാൽ അതൊരു സോർട്ടഡ് ഫോർ ഇയേഴ്സാണ്. കാര്യം ചെമാൻഡ്രേസ് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. പക്ഷേ ഓൺ ദ ബോൾ പുള്ളി ഓൾമോസ്റ്റ് സ്റ്റില്ലർ തന്നെയാണ്. ഓൺ ദ ബോൾ ഈസ് വെരി ഗുഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു റൂമർ പിന്നെ ആഡം വോർട്ടൻ്റെ പേര് കേൾക്കുന്നത്. ആഡം വോർട്ടനെ പറ്റി നമുക്ക് പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് മിഡ്ഫീൽഡർ ആവശ്യമുള്ള ക്ലബ്ബ് ലിവർപൂളാണ്. അപ്പോൾ ലിവർപൂളിനെ പറ്റി ഇപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇപ്പോൾ ഇത്രയും സ്പെൻഡ് ചെയ്തിട്ട് ഇനി ഒരു മിഡ്ഫീൽഡർ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ആവശ്യമുണ്ട്. കാര്യം ഫബീനിയോ പോയിട്ട് ഫബീനിയോനെ റിപ്ലേസ് ചെയ്തിട്ടില്ല. അതാണ് സത്യം. അത് കഴിഞ്ഞൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇല്ല. റയൻ ഹാവൻബർഗും മക്കാലിസ്റ്ററും ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് അല്ല. ഇവരുടെ കൂടെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഉണ്ടാകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാര്യം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു ജോലി എന്ന് പറയുന്നത്
ട്രാൻസിഷൻ സ്റ്റോപ്പ് ചെയ്യുക, ട്വല് വിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ രണ്ടുപേർക്കും പറ്റില്ല. ഗ്രാവൻബർച്ച് പിന്നെയും ചെയ്യും, കാര്യം ഗ്രാവൻബർച്ച് ഇച്ചിരി കൂടെ ടോളാണ്, ഫിസിക്കലാണ്. പക്ഷേ എന്നാലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഫബീനോനെ റീപ്ലേസ് ചെയ്യാത്തത് സത്യം പറഞ്ഞ നല്ല രീതിക്ക് ബാക്ക് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം ലൈറ്റ് ഹൗസ് തന്നെ പറയാം. ഇപ്പോൾ ചുവമനി മാർക്കറ്റിലുണ്ടെങ്കിൽ ഞാൻ ആസ് എ ലിവർപൂൾ ഫാൻ വുഡ് ലവ് ടു ഹാവ് ഇൻ ദ ക്ലബ്. അതൊരു സത്യമാണ്. കാര്യം ചുവമനിയാണ് ഇപ്പോൾ വേണ്ടത്. കാര്യം അതിൻ്റെ കൂടെ മെക്കാലിസ്റ്റർ ഇട്ട് സോർട്ടഡ്. പക്ഷേ ഇപ്പം അത് നടക്കില്ല. അപ്പോൾ ചുവമനിയെ കിട്ടില്ല. അപ്പോൾ റൂമേഴ്സൊന്നുമില്ല, പ്രത്യേകിച്ചുള്ള ന്യൂസൊന്നുമില്ല, ലിങ്ക്സ് ഒന്നുമില്ല, അത്ര സബ്സ്റ്റൻസ് ഉള്ള ന്യൂസുകളൊന്നുമില്ല. പക്ഷേ ആര് വന്നാൽ ശരിയാവുന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്തൊക്കെ ടോക്കിംഗ് പോയിൻ്റ് ഫസ്റ്റ് പ്ലെയറിനെ പറ്റി തന്നെ പറയാം. അത് ഏലിയറ്റ് ആൻഡർസൺ ആണ്. ഏലിയറ്റ് ആൻഡർസൺ സ്കോട്ടിഷ് ആയിരുന്നു, ഇംഗ്ലീഷായി. അത് കഴിഞ്ഞ് ന്യൂകാസിൽ അക്കാഡമി പ്രോഡക്റ്റാണ്. ന്യൂകാസിൽ PSR ഇഷ്യൂ കാരണം വിറ്റൊരു പ്ലെയറാണ് നോട്ടിംഗം ഫോറസ്റ്റിലോട്ട് വരുമ്പോൾ ഇപ്പോഴും ട്വിറ്റർ നോക്കിയാൽ കാണാൻ പറ്റും പുള്ളിയുടെ സൈനിങ് ഫോട്ടോയുടെ ന്യൂസിൻ്റെ അടിയിൽ, അനൗൺസ്മെൻറ്റ് ഫോട്ടോയുടെ അടിയിൽ ഫുൾ ചീത്ത വിളിയാണ്. കാര്യം ആ സമയത്ത് ആൾക്കാർ റയൻ യേറ്റ്സിനെ പോലത്തെ ഒരു പ്ലെയറാണ് ഇവനെന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു പ്ലെയറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഹീ ഗ്രൂ അപ്പ് ഇൻ ടു ഒരു മോൺസ്റ്റർ സെൻട്രൽ മിഡ്ഫീൽഡറാണ്. അത് ഓൾ ഇൻ വൺ മിഡ്ഫീൽഡറാണ്. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത്, അതായത് 2 കൊല്ലം മുമ്പ് കൈസഡോ എങ്ങനെയായിരുന്നു ബ്രൈറ്റണിലുണ്ടായിരുന്നത്, ഹൂ സൈൻസ് ദിസ് പ്ലെയർ, അവരുടെ ഫ്യൂച്ചർ സോർട്ടഡ് ആണ് എന്നുള്ള ടൈപ്പ് ഒരു സൈനിങ് ആണ് എലിയറ്റ് ആൻഡർസൺ. കാര്യം മെട്രിക്സ് വൈസ് ഹീ സ്റ്റോപ്പിംഗ് എവറിത്തിങ് ഇൻ ദ ലീഗ്. ആ സമയത്ത് 2022-23 സീസണിൽ എങ്ങനെയാണോ കൈസഡോ ആ മെട്രിക്സ് പ്രീമിയർ ലീഗിൽ ടോപ്പ് ചെയ്തത്, അതേപോലെയാണ് ഇപ്പോൾ എലിയറ്റ് ആൻഡർസൺ ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഹീസ് ബോസിങ് ദ ലീഗ് ആൻഡ് എല്ലാം ചെയ്യും. അതായത് ഡ്യുവൽ വിന്നിങ്ങിൽ ഫസ്റ്റാണ്, പ്രോഗ്രസീവ് പാസസിൽ ഫസ്റ്റാണ്, പ്രോഗ്രസീവ് പാസസ് ഇൻ ടു ദ ഫൈനൽ തേർഡിൽ ഫസ്റ്റാണ്, പ്രസ് റെസിസ്റ്റൻ്റ് ആണ്, അന്യായ ഡ്യുവൽ വിന്നറാണ്. അപ്പോൾ ഓവറോൾ ഹീസ് ഒരു ഫുൾ പാക്കേജാണ്. അപ്പോൾ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ എന്നതിലുപരി ഹീസ് ഡൂയിങ് എവറിത്തിങ്, എല്ലാം ചെയ്യും. ഒരു മിഡ്ഫീൽഡർ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു പാക്കേജുള്ളൊരു പ്ലെയറെ ലിവർപൂളിനായാലും യുണൈറ്റഡിനായാലും അതൊരു കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ്. കാര്യം സമ്മറിൽ എടുക്കാൻ പോയ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ കിട്ടും, വേൾഡ് കപ്പ് കഴിഞ്ഞാൽ സ്റ്റോക്സ് കൂടും. കാര്യം ഷുവർ ഷോട്ട് സ്റ്റാർട്ടറാണ് വിത്ത് ഡെക്ലൻ റൈസ്. അപ്പോൾ ഇംഗ്ലണ്ട് സ്ക്വാഡിൽ വേൾഡ് കപ്പിൽ അപ്പോൾ ജനുവരിയിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ക്ലബ്ബുകൾ നോക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതായത് 2 ന്യൂസ് ഉണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. ഇപ്പോൾ നമുക്ക് ബലീബയിലോട്ട് വരാം. ബലീബയിലോട്ട് വരുമ്പോൾ തന്നെ കേൾക്കുന്ന ന്യൂസ് 2 പേരെയും ചിലപ്പോൾ സൈൻ ചെയ്യാമെന്നുള്ളതാണ്. കാര്യം ഈതർ ആൻഡർസൺ ഓർ ബലീബ ആയിട്ട് ബലീബേനാണ് സൈൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ വലിയ പോയിന്റ് ഇല്ല. കാര്യം ഇവർ കൂടെ കളിപ്പിക്കാൻ പോകുന്ന കസമീറോടെ കൂടെയാണ്. അപ്പോൾ കസമീറോടെ കൂടെ കളിപ്പിക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും ഓൺ ദ ബോൾ അത്ര സൗണ്ട് അല്ല. അതായത് ഇപ്പോൾ നിങ്ങൾ മേടിക്കാൻ പോകുന്ന വോർട്ടണെ ആണോ അല്ലെങ്കിൽ ആൻഡർസനെ ആണെന്നുണ്ടെങ്കിൽ ഈ 2 പേരുടെയും ഓൺ ദ ബോൾ എബിലിറ്റിയുടെ അത്ര ഇല്ല ബലീബയുടെ എബിലിറ്റി. ആൻഡ് ബലീബയുടെ സ്റ്റോക്സ് ഇപ്പോൾ ഡൗൺ ആണ്. കാര്യം ബലീബ മാഞ്ചസ്റ്റർ യുണൈറ്റഡായിട്ട് ലിങ്ക്ഡായി, അത് കഴിഞ്ഞ് സീസൺ തുടങ്ങി, അത് കഴിഞ്ഞ് ഈസ് നോട്ട് ബീൻ പെർഫോമിങ് ഗുഡ്. കഴിഞ്ഞ സീസണിലുള്ള 7 അയലത്ത് പോലുള്ള ഡേറ്റ വൈസ് നോക്കിയാലും ഈസ് ഔട്ട്പുട്ട്, അതായത് ഗോൾ അസിസ്റ്റ് അല്ല, ബാക്കിയുള്ള ഡേറ്റ വൈസ് നോക്കുമ്പോൾ ഈസ് ബീൻ വെരി ഡൗൺ. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം വന്നാൽ ഫീസിബിൾ ആയിരിക്കും എന്നറിയില്ല. പക്ഷേ ആൻഡർസണെയും ബലീബേനെയാണ് യുണൈറ്റഡ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മിഡ്ഫീൽഡ് സോർട്ടഡ് ഫോർ ഇയേഴ്സ്. അതായത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡ്യുവൽ വിന്നറുമായി ബോൾ കാരിയർ ഉണ്ട്, അവിടെ ഒരു പ്രസ് റെസിസ്റ്റൻ്റായ പ്ലെയർ ഉണ്ട്, ബിൽഡപ്പ് എക്സ്പേർട്ട് ഉണ്ട്, പ്രോഗ്രസ്സറാണ്. അപ്പോൾ ഈ 2 പേരും കൂടെ ഇതിൽ സോൾവ് ദ ഇഷ്യൂ. അമറമിനൊരു 8-10 കൊല്ലത്തേക്ക് യുണൈറ്റഡിൽ ഓടിക്കാൻ പറ്റിയൊരു മിഡ്ഫീൽഡാണ്. ആൻഡ് ഹീൽ സ്റ്റേ ഇൻ ദ ലീഗ്. ഇങ്ങനത്തെ ഒരു മിഡ്ഫീൽഡ് കിട്ടിയ കാര്യം ഈ 2 സൈനിങ്, അല്ലെങ്കിൽ എലിയറ്റ് ആൻഡർസൺ, ഓഫ് കോഴ്സ് എലിയറ്റ് ആൻഡർസണൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ ക്ലിയർലി ബോസിങ് ദ ലീഗ്. കാര്യം അങ്ങനത്തെ ഒരു ടീം ഓൾറെഡി അതിന് ചുറ്റും ഉണ്ട്. ആൻഡ് ലിവർപൂളിലോട്ട് വരികയാണെങ്കിൽ ഒരു ലിങ്ക്സും ഇല്ല, സത്യം പറഞ്ഞ ഒരു ലിങ്ക്സും ഇല്ല ഡിഫൻസ് മിഡ്ഫീൽഡറിൻ്റെ. ആരെ സൈൻ ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ കേൾക്കുന്ന ലിങ്ക്സ് എന്ന് പറയുന്നത് ആഡം വോർട്ടൻ്റെയാണ്. ആഡം വോർട്ടനെ വേണോ എന്ന് ചോദിച്ചാൽ ഇപ്പം അത്യാവശ്യമാണ്. കാര്യം ബിൽഡപ്പ് ഇസ് ട്രബിൾഡ്. കാര്യം ബിൽഡപ്പിനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ റൈറ്റ് സൈഡായിട്ട് ലിവർപൂളിൻ്റെ. അപ്പോൾ അതിന് പറ്റിയൊരു പ്രോഗ്രസ്സർ, ഒരു ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെ വേണം. അതിന് ആഡം വോർട്ടൺ ഡീസൻ്റ് ആണ് ഡ്യുവൽ വിന്നിങ്ങിൽ. പിന്നെ അതിൻ്റെ കൂടെ ഗ്രാവൻബർച്ചിന് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മെക്കാലിസ്റ്റർ ഔട്ട് ഓഫ് ഫോമാണ്. ഹീസ് ക്ലിയർലി എ പാസഞ്ചർ ഇൻ ദ ടീം റൈറ്റ് നൗ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വോർട്ടൺ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി, അതായത് ക്രിയേറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അസിസ്റ്റും ഗോളൊന്നും അല്ല. ഇപ്പോൾ വേർഡ്സ് എന്ത് ചെയ്യണോ അത് ചെയ്യുന്നല്ല വോർട്ടൺ. ബാക്കിൽ നിന്ന് പ്ലേ പ്രോഗ്രസ് ചെയ്യാനും അത് സെൻട്രൽ ബാക്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. ട്രെൻഡ് ഒരു ചീറ്റ് കോഡായിരുന്നു ആ ഒരു കാര്യത്തിൽ. ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല. കാര്യം ഈ പിക്സ് ദ റൈറ്റ് പാസ് ടു ദ റൈറ്റ് സെൻറ്റർ. അപ്പോൾ അത് ഇപ്പം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ക്ലബ്ബുകൾ. അപ്പോൾ സബ്സ്റ്റൻസ് ഉള്ള ലിങ്ക്സ് ഒന്നുമില്ല. ആഡം വോർട്ടൺ വരികയാണെങ്കിൽ ഫോർ എനി ക്ലബ്, ഇപ്പോൾ മെഡ്രിഡായിട്ട് ലിങ്ക്സ് ഉണ്ട്, യുണൈറ്റഡായിട്ട് ലിങ്ക്സ് ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ
അങ്ങനെ നോക്കുമ്പോൾ വോർട്ടൺ വന്നു കഴിഞ്ഞാൽ വോർട്ടൺ ഇസ് എൻ എലീറ്റ് ക്രിയേറ്റർ. അതായത് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുക, ഓൺ ദ ബോൾ. എനിക്കൊന്ന് ഈ പറഞ്ഞ മിഡ്ഫീൽഡേഴ്സിൽ ഏറ്റവും സൗണ്ട് ആഡം വോർട്ടണാണ്. അപ്പോൾ ആഡം വോർട്ടനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. ആഡം വോർട്ടന് ആകെയുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ലിവർപൂൾ ഇസാക്കിനെ സൈൻ ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന അതേ ഡ്രോബാക്കാണ്. ഇഞ്ചുറി പ്രോണാണ്, വളരെ ഇഞ്ചുറി പ്രോണാണ്. തൊട്ടതിനും പിടിച്ചിടത്തിന് ഇഞ്ചുറി ആവുന്നൊരു പ്ലെയറാണ്. അപ്പോൾ അത് എങ്ങനെ സൈൻ ചെയ്യുന്ന ക്ലബ്ബുകൾ ഡീല് ചെയ്യും എന്നുള്ളതാണ് കാര്യം. വേറെ കുറേ ലിങ്ക്സ് ഉണ്ട്, വേറെ കുറേ മിഡ്ഫീൽഡേഴ്സിൻ്റെ പേരുണ്ട്. കീ സ്മിത്തിൻ്റെ ലിങ്ക്സ് ഉണ്ട്, വേറെ കുറേ മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്, ആഞ്ചലോ സ്റ്റില്ലർ ഉണ്ട്. അപ്പോൾ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് മാർട്ടിൻ സൂബിമെൻറ്റി ഇപ്പോൾ മാർക്കറ്റിലില്ല. മാർട്ടിൻ സൂബിമെൻറ്റിനെ ആഴ്സണൽ കൊണ്ടുപോയി. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്ലബ്ബ് സൂബിമെൻറ്റിയെ സൈൻ ചെയ്തിരുന്നുവെങ്കിൽ, ഇപ്പോൾ മെഡ്രിഡ് സൈൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ സമ്മറിൽ, പക്ഷേ ഓൾറെഡി ജനുവരിയിൽ പ്രീ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തതാണ് സൂബിമെൻറ്റി ആഴ്സണലായിട്ട്. അതിന് മുമ്പത്തെ സമ്മറിൽ ലിവർപൂൾ വെർ വെരി ക്ലോസ്. അത് കഴിഞ്ഞ് ഇവൻ റിജക്റ്റ് ചെയ്തതാണ് സൂബിമെൻറ്റ് ലിവർപൂളിന്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഫൈൽ ഇല്ല. സ്പെഷ്യലി ഇങ്ങനത്തെ ഒരു കേസിൽ ഇങ്ങനത്തെ ഒരു മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞാൽ ഡേറ്റ വൈസ് ഒരു ടീമിൻ്റെ ഒരു ആങ്കറാണ്. അതിപ്പോൾ പെപ് ഗോർഡിയോളയുടെ സൈഡിലാണെങ്കിൽ റോഡ്രി ഉണ്ട്, നിക്കോ ഗോൺസാലസ് ഉണ്ട്. ഇപ്പോൾ ചെൽസിക്കാണെങ്കിൽ കൈസെഡോ ഉണ്ട്, എൻസോ ഫെർണാണ്ടസ് ഉണ്ട്. ഇപ്പോൾ കൈസെഡോ എന്ന് പറഞ്ഞാൽ ഒരു ഓൾ ഇൻ വൺ മിഡ്ഫീൽഡറാണ്. കൈസെഡോ ഇസ് വെരി സൗണ്ട് ഓൺ ദ ബോൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലെയർ മാർക്കറ്റിൽ ഉള്ളത് ഇപ്പോൾ ആകെ 3-4 പ്ലെയേഴ്സേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ ഏതെങ്കിലും നെയിംസ് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കോമെൻറ്റ്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഗൈസ്, ടേക്ക് കെയർ.